എസ്കോർട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുമിരുത്തി മരണ വീട്ടിൽ പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? പകല് പോകാൻ ധൈര്യമില്ല. സൂര്യൻ ഉദിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്. അവരുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആകെ ഒരു ജീപ്പേ ഉള്ളൂ, അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കുക. ഏത് കള്ളനെ പോലീസ് പിടിക്കുന്ന അറിഞ്ഞൂടാ, കാരണം ഒരുമാതിരി കള്ളന്മാരൊന്നും പോലീസ് പിടിക്കുന്നില്ല. അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ? വാസവനായി 50,000 രൂപ കൊണ്ട് കൊടുത്തു. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് 50,000 രൂപ. എന്നിട്ട് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാകും. എന്നാ ക്യാബിനറ്റ് കൂടുക? ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ? മുഖ്യമന്ത്രി സ്ഥലത്തിൽ അമേരിക്കയില്ല, ചികിത്സ കഴിഞ്ഞ് വരണ്ടേ? 10 ദിവസം മിനിമം എടുക്കും. അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം എടുക്കാൻ പോകുന്നത്. എന്ത് കൊടുക്കുന്നതെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൂടെ? സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ, അന്ന് കോട്ടയത്ത് ആ മരിച്ചുപോയ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന നടത്തി ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട, എല്ലാരും കേട്ടല്ലേ? അതിന്റെ അടിയിൽ ഇത് പൂട്ടിയിട്ട കെട്ടിടം. ഞാൻ ചോദിക്കട്ടെ, പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ലേ? ചോരപ്പാടുകൾ കണ്ടപ്പോൾ ആരെങ്കിലും മുറുക്കി തുപ്പിയായിരിക്കുന്ന പറഞ്ഞു. എന്നിട്ട് അവസാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുക്കുന്നത്. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ? എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ. ആ കാശൊക്കെ എവിടെ പോയി? എന്നിട്ട് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്ക് അതിന്റെ ഉത്തരവാദിത്വം, അല്ലാണ്ട് 15 വർഷം മുമ്പും 20 വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല. ഇപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു. അന്ന് ആരംഭിച്ചതാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകും. പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും. കണ്ടകശനി മന്ത്രിയെ കൊണ്ട് പോയിക്കോളും. അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് സർക്കസ് കാണിച്ചാലും, എന്തൊക്കെ വീരവാദം മുടക്കിയാലും, ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്, കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 തവണ കണ്ടു, ഇന്നലെയും കണ്ടു, നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു. അതുപോലുള്ള അഭിനയത്തിൽ അത് ഒരു കഴിവ് വേണം. അത് രണ്ടിനും കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ആ കഴിവ് നമുക്കാർക്കും ഇല്ല. പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട്. എൻ്റെ അത്ഭുതം, നമ്മുടെ വാസവന് എന്ത് പറ്റി? അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ, പാരമ്പര്യമുള്ള ആളല്ലേ. ലോക്കൽ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എന്തിനാണ് ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടാൻ നിൽക്കുന്നതിനാ? എനിക്ക് അതാണ് അത്ഭുതം. അദ്ദേഹത്തിന് കാര്യത്തിൽ വിവരം, അദ്ദേഹം കൂട്ടുമതിയാണ് കേട്ടോ. കാരണം മന്ത്രി, പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അത് ഉടനെ സ്പോട്ടിൽ വെച്ച് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവൃത്തിയില്ല. ഏതായാലും പിണറായി വിജയനെ ഇപ്പൊ വീണാന്ന് കേട്ടാൽ പേടിയാണ്. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. പിന്നെ ഇലക്ഷൻ നമുക്കറിയാം, 8 മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. പക്ഷെ ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ വല്ലാതെ അങ്ങ് ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല. കാരണം 8 മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും. അതുപോലെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയാണ്, ഇന്നലെ ചില ഡിവൈഎഫ്ഐക്കാരുടെ ഇത് കണ്ടു, അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാൻ മറ്റു പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെയുണ്ട്.
നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ വെടിക്കെട്ടുകാരെ ഉടുക്കുകൂട്ടി പഠിപ്പിക്കരുത്. അതേ ഞാൻ DYFIക്കാരോടും SFIക്കാരോടൊക്കെ പറയുന്നുള്ളൂ.